ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പുതിയൊരു പരിപാടി നടത്തുകയാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ശനിയും ഞായറും ഒക്കെ സ്പെൻഡ് ചെയ്യണം. ഞങ്ങൾ അങ്ങനെ മിസ്സേ എല്ലാ ശനിയും ഞായറും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. അങ്ങനെയല്ല, നിങ്ങൾ ഒരു ദിവസം ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒത്തുകൂടി അടിച്ചു പൊളിക്കണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. നമ്മൾ പേരൻസൊക്കെ ആയിട്ട് സംസാരിച്ചു, എല്ലാവരും ഓക്കെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോകണമെന്നല്ല, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ മാത്രം സ്റ്റേ ചെയ്താൽ മതി. ഓക്കെ? അതെന്താ മിസ്സേ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം? നല്ലൊരു തീരുമാനം കേട്ടോ. വേറൊന്നും അല്ലടാ, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ തന്നെ ഒറ്റപ്പെട്ട കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ. അതായത് ഒരു വീട്ടിൽ ഒരു കുട്ടിയൊക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര സങ്കടം ഒറ്റപ്പെടലൊക്കെ ആയിരിക്കും. അവരുടെ ആ ഒറ്റപ്പെടലൊക്കെ ഇങ്ങനെ അങ്ങ് മാറും. സൂപ്പർ മിസ്സേ, സൂപ്പർ. അപ്പോൾ ഈ ആഴ്ച ആരുടെ വീട്ടിലാണ് താമസിക്കുന്നേ? അത് എന്നോട് നിങ്ങൾ നേരത്തെ പറയണം കേട്ടോ. ഇത്തവണ എൻ്റെ വീട്ടിലാവട്ടെ. വേണ്ട വേണ്ട, എൻ്റെ വീട്ടിലാവട്ടെ. എൻ്റെ വീട്ടിലാവട്ടെ മിസ്സേ. ഞാൻ മിസ്സേ പ്ലീസ് എല്ലാവരും എൻ്റെ വീട്ടിൽ വരട്ടെ മിസ്സേ. അയ്യോ, ആരും വേണം വെച്ചില്ലേ. ഞാൻ തന്നെ പറയാം എവിടെ തൊട്ട് തുടങ്ങണമെന്ന്. നിങ്ങളുടെ ഗ്രൂപ്പിലാണല്ലേ വാസു? എന്നാ വാസുവിൻ്റെ വീട്ടിൽ തന്നെ ആവട്ടെ തുടക്കം. വാസു, നീ ഓക്കെ അല്ലേ? അയ്യോ, ഇപ്പോഴും ഓർത്ത് അമ്മൂമ്മ പടി വരുമല്ലോ. എന്താ വാസു ഒന്നും മിണ്ടാത്തെ? അത് മിസ്സേ ഈ പ്രാവശ്യം എൻ്റെ വീട്ടിലാണോ? അതെ, ഞാൻ വാസുവിൻ്റെ പേരൻസിനോട് സംസാരിച്ചോളാം കേട്ടോ. ഓക്കെ, ശരി. അതെ, ഫുൾ റിപ്പോർട്ട് പിന്നെ മിസ്സിന് കൊടുക്കണം. സ്പെഷ്യലൊക്കെ ഉണ്ടാവോ? നമുക്കത് സെറ്റ് ചെയ്യാടി. ഞാനേ നിങ്ങളെ വിളിക്കാം. നിനക്കൊക്കെ എന്താടി വേണ്ട കഴിക്കാൻ? ബിരിയാണി. എനിക്കും ബിരിയാണി മതി. എനിക്കും. വെച്ചോ, നിനക്കും ബിരിയാണി തന്നെയല്ലേ? അതെ. എടി പിന്നെ അധികം ബഹളം വെപ്പൊന്നും വേണ്ട കേട്ടോ. അമ്മൂമ്മക്ക് കുറച്ച് തലവേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം സംസാരമൊന്നും വേണ്ട കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഏറ്റി. ശരി, എനിക്ക് ട്യൂഷൻ ഉണ്ടടി, ഞാൻ പോവാ. സാറു പുതിയൊരു ലേഡി സ്റ്റോർ വന്നിട്ടുണ്ട്. നമുക്ക് പോയി കുറച്ച് വടയൊക്കെ വാങ്ങിയാലോ? നീ കമ്മലും വാങ്ങാനുണ്ട്, എനിക്ക് പൊട്ടും വാങ്ങണം. അയ്യോ, ഞാൻ പൈസ ഒന്നും എടുത്തില്ല, എന്റെ പൈസ ഇല്ലല്ലോ. സാരമില്ലേ, നമുക്ക് എല്ലാവരും കൂടി വാങ്ങാം. ബാ എന്നാട്ടെ, നമുക്ക് പോവാം. അത് വാങ്ങിയിട്ട് സ്കൂളിൽ ചെന്ന് ബാഗ് എടുത്ത് വീട്ടിൽ പോവാം. ചേച്ചിയോ? ഹായ് ചേച്ചി. എല്ലാവരും ഉണ്ടല്ലോ. ഹായ്. അതെ, വാ വീട്ടിൽ പോവാം. അപ്പൊ ചേച്ചിക്ക് ട്യൂഷൻ ഇല്ലേ? ഇല്ലടി, ഇന്ന് അവധിയാ. അമ്മ എന്നോട് പറഞ്ഞു നിന്നെ കൂടി കൂട്ടിയിട്ട് വരാൻ. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ പോയി നിന്റെ ബാഗ് എടുത്തിട്ടാ വന്നേ. അയ്യോ ചേച്ചി, ഞാൻ ഇവരുടെ കൂടെ കടയിൽ പോകാൻ നിന്നതാ. ചേച്ചി, പുതിയ ലേഡി സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്, വരുന്നുണ്ടോ? എടി വേണ്ട, അമ്മമ്മ വീട്ടിലുള്ളതല്ലേ, നമ്മളോട് നേരത്തെ തരാൻ അമ്മ പറഞ്ഞേക്കാ. നമുക്ക് പോയാലോ? പാറു നേരാണല്ലോ, നമുക്കന്ന് പിന്നെ ഒരു ദിവസം പോകാം. അത് വേണ്ട ലച്ചു, നിങ്ങളൊക്കെ കൂടി പോക്കോ, ഞാൻ അടുത്ത ദിവസം വരാം. ഓക്കെ, അങ്ങനെ ആവട്ടെ. പാറു വെക്കോ കേട്ടോ. ചേച്ചി, ഈ ശനിയാഴ്ച ഞങ്ങൾക്ക് കൂടി വാസുവിന്റെ വീട്ടിൽ സ്റ്റേ. ഇനി ഞങ്ങൾക്കുണ്ടടി ഈ പരിപാടി. ഞങ്ങൾ ഇത്തവണ ആരുടെ വീട്ടിലാണെന്നോ? ടോബിയുടെ വീട്ടിൽ. വീട്ടുമുറ്റത്തുള്ള വീട്ടിൽ തന്നെയാണല്ലേ? ഒന്ന് ഓടി മാറു. നടക്കട്ടെ. ചേച്ചിക്ക് വലിയ സന്തോഷമായല്ലോ. പാടുന്നു വന്നോ? അമ്മ ഇതിന് അവിടെ ഇവിടെയൊക്കെ കുറെ കുപ്പ എടുക്കുന്നേ. അതമ്മ വലിയ ആക്രി വന്നോ? അതോ ഇന്ന് കർക്കിടക ലാസ്റ്റ് ഡേ അല്ലേ? അപ്പൊ ഇത് എന്തിനാ അമ്മ ഇങ്ങനെ ഇട്ടേക്കുന്നേ? അതാ മക്കളെ, നമ്മൾ ഇന്ന് കർക്കിടകമൊക്കെ കഴുകി ഇറക്കും. അതെങ്ങനെ അമ്മ, കർക്കിടകം കറയാണോ? അതൊന്നല്ല മക്കളെ, ഇന്ന് എല്ലാ പഴയ സാധനങ്ങളും ഒക്കെ അടിച്ച് ഇറക്കി വൃത്തിയാക്കി ഇടണം വീടൊക്കെ. നാളെ നമ്മൾ ചിങ്ങത്തെ വരവേൽക്കും. മക്കള് പോയി മക്കളുടെ റൂമൊക്കെ ഒന്ന് അടുക്കി പറിക്കൊക്കെ വെക്കിട്ടോ. ഏതെങ്കിലും കളയാനൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളാം. പിള്ളേർക്ക് എന്ത് സന്തോഷം. മൂഷാട്ടിയെ വെളിയിൽ പോകുന്ന ഉടനെ എല്ലാം അടിച്ചു കളാം. വേണ്ടി വരും.